2004 പ്രവാസ ജീവിതം തുടങ്ങുന്ന സമയത്ത് ഇന്ത്യൻ പാസ്പോർട്ട് കാണിക്കുന്ന സമയത്ത് ഉള്ള വിലയും 2014 ശേഷം ഇന്ത്യൻ പാസ്പോർട്ട് കാണിക്കുമ്പോഴുള്ള വിലയും രണ്ടും രണ്ടാണ്. യുദ്ധമൊക്കെ നമ്മുടെ കേരളത്തിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. GDP 25% എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു വാല്യൂ ആണ്. കാര്യം 25%നെ ബാധിക്കുന്ന ഒരു 5% ബാധിച്ചാൽ മതി, വി വിൽ കൊളാപ്സ്. നോർക്ക റൂട്ട്സ് പോലെയുള്ള സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള അവിടെ ആളുകൾ ഭാഗഭാക്കല്ല എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ അത്ര എമൗണ്ട് റെമിറ്റൻസ് അയക്കുന്ന കേരളത്തിലെ പ്രവാസിക്ക് ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ മാറി മാറി ഭരിച്ച ഗവൺമെൻറ്റുകൾ എന്തു കൊടുത്തു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. പ്രവാസികൾ പറയുന്ന ഒരൊറ്റ കൺസെപ്റ്റാണ്, അതായത് ആൻറ്റി ഇൻകംബൻസി ഉണ്ട്, അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ആൻറ്റി ഇൻകംബൻസിയുടെ ലെവൽ അനുസരിച്ച് കേരളത്തിലെ മാറ്റം കാണാം എന്നുള്ളതാണ് പ്രവാസികൾ പറയുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ത്യയും ഗൾഫ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം ഇന്നലെ തുടങ്ങിയതല്ല, അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യം, അതായത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നു, ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു, ഗൾഫ് മേഖലയിലൊക്കെ തന്നെ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ മിസൈൽ വർഷമൊക്കെ നടക്കുന്നുണ്ട്. അതിനൊക്കെ വളരെ ഫലപ്രദമായി ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രതിരോധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊരു ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രവാസികളുടെ പ്രതീക്ഷകൾക്ക് ഇത് എത്രത്തോളം തിരിച്ചടി നൽകുന്ന ഒന്നായി മാറുന്നുണ്ടോ, അതോ ഇതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ ഇനിയും മുന്നോട്ട് പോകും എന്നുള്ളൊരു ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ? അതുകൂടാതെ ഇന്ത്യയുടെ ഭൗമരാഷ്ട്രീയത്തിലെ ശക്തമായ സാന്നിധ്യം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ഒരു മേഖല കൂടിയായ ഗൾഫ് മേഖലയിൽ ഇരുന്നുകൊണ്ട് പ്രവാസികൾ എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പുരോഗതിയെ നോക്കിക്കാണുന്നത് പരിശോധിക്കാൻ നമ്മുടെ ഒപ്പം ചേരുകയാണ് ശ്രീ രമേശ്. അദ്ദേഹം ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJPയുടെ പൂർവ്വ പ്രസിഡൻ്റാണ്, സ്ഥാപക പ്രസിഡൻ്റാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൂടാതെ തന്നെ ഒട്ടേറെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമസ്കാരം ശ്രീ രമേശ്. നമസ്തേ. ഈ ഒരു വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗൾഫിൽ ഇപ്പോൾ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്ന യുദ്ധസമാനമായ ഒരു സാഹചര്യം, അത് കുറേയേറെ കാര്യങ്ങളിൽ ഒരു ഹോൾട്ട് കൊണ്ടുവന്നു. നമുക്ക് പറയുമ്പോൾ ഈ ഹോർമൂസ് കടലിടുക്ക് നമ്മൾ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ ഗതാഗതം സുഗമമായി നടന്നില്ല എന്നുണ്ടെങ്കിൽ ചരക്ക് നീക്കം നടക്കില്ല. എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രവാസി എന്നുള്ള നിലയിൽ ഈ യുദ്ധത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിലവിൽ വന്നിട്ടുള്ള ഒരു താൽക്കാലിക ശാന്തി അത് ഒരു പെർമനൻറ്റ് സൊല്യൂഷനായി മാറുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ പ്രവാസികൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് അത്തരത്തിലുള്ളൊരു സാഹചര്യം പഴയ ഒരു രീതിയിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളത്. പക്ഷേ യുദ്ധം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പോലും ഹോർമുസ് ഇപ്പോഴും അടഞ്ഞെടുക്കുകയാണ്. ഈ ഹോർമുസ് ആണ് സത്യം പറഞ്ഞാൽ യുദ്ധത്തിനേക്കാൾ വലിയൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയത്. ഹോർമുസ് ആണ് ഏറ്റവും വലിയ പ്രവാസികളുടെയും അതേപോലെ തന്നെ നമ്മുടെ ഭാരതത്തിൻ്റെയും ലോകത്തിലെ മൊത്തത്തിലുള്ള ജനങ്ങളുടെയും ഏറ്റവും വലിയൊരു പ്രശ്നം ഹോർമുസ് ആണ്. അതെ, ഹോർമുസ് അടഞ്ഞു കിടക്കുന്നു. ഹോർമുസിൽ ഇപ്പുറത്ത് ഇറാന് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്കയിൽ നിൽക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പോൾ ഒരു ഏകദേശം 90 ദിവസമാണ് ഇന്നേക്ക്. അത് അത്തരത്തിലൊരു 3 മാസത്തെ കാലയളവിൽ എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 28 മറ്റോ ആണ് ഈ യുദ്ധം ആരംഭിക്കുന്നത്. ഇസ്രായേലും US കൂടിയിട്ടുള്ള ഇറാനെതിരെയുള്ള ഇത്തരത്തിലുള്ള ഒരു നടപടി ആരംഭിക്കുന്നത്. അതിനുശേഷം സത്യത്തിൽ ഒരു അനിശ്ചിതാവസ്ഥ ലോകത്തിൽ മൊത്തത്തിലുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഫൈനാൻഷ്യലായിട്ട് എല്ലാ രീതിയിലും എല്ലാവരെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിൽ ഇൻപുട്ട് വരുന്നത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പാചകവാതകം ഇങ്ങനെ എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് ഗൾഫ് കൺട്രികളിൽ നോക്കുകയാണെങ്കിൽ അവരുടെ സാധനങ്ങളുടെ വില, ഇപ്പോൾ താങ്കൾ ഒരു പ്രവാസിയായിരുന്ന കാരണം എനിക്ക് പറയാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. ഉള്ളിക്ക് ഏകദേശം ഒരു ദിറംസ് 1.2 ദിറംസ് അല്ലെങ്കിൽ 1 ദിറംസ് അല്ലെങ്കിൽ 2 ദിറംസിനൊക്കെ നമുക്ക് ഓഫറിൽ എപ്പോഴും കിട്ടിയിരുന്നതാണ്. ഈ ഉള്ളിയുടെ പ്രൈസ് 8 ദിറംസ് ആയി എന്ന് പറയുന്ന സമയത്ത് താങ്കൾക്ക് അതിനെ പറ്റിയുള്ള ഒരു ഊഹം ഇപ്പൊ വീണ്ടും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. കാര്യം ഫുജേറ, മറ്റുള്ള റാസൽ ഗൈമ തുടങ്ങിയ പോർട്ടിലൂടെ, ചെറിയ ചെറിയ പോർട്ടുകളാണല്ലോ, അതിലൂടെ ചെറുതായിട്ട് ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ മേഖല അവിടെ വലിയൊരു ഹോൾട്ടിലേക്ക് വന്നിക്കുകയാണ്. അപ്പോൾ UAE സംബന്ധിച്ചിടത്തോളം എഫക്റ്റ് ചെയ്തിരുന്ന മെയിൻ മേഖലകൾ 2 നമുക്ക്. മറ്റുള്ള മേഖലകളൊക്കെ പറയുന്നത് ഒന്ന് ഹോട്ടൽ ഇൻഡസ്ട്രിയെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്.
രണ്ട് ടൂർസ് ആൻഡ് ട്രാവൽസ് അവരെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ചരക്ക് ഗതാഗതം, അതായത് എല്ലാ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും പുറത്തുനിന്ന് വരുന്നതാണ്, ഇതിനെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ മേഖലയെ ഭാവിയിൽ ബാധിക്കാമെന്നുള്ളതുണ്ട്. പക്ഷെ നമ്മൾ അവിടെ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട്. അവിടെ UAE അതോറിറ്റീസ് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലുള്ള ഭരിക്കുന്ന വ്യക്തികൾ, ഇവരുടെ ദീർഘവീക്ഷണത്തിന് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതെ പറ്റില്ല. ശരിയാണ്. കാരണം അവര് ഈ പറഞ്ഞ വിലവർധന ഉണ്ടായപ്പോൾ തന്നെ അതിനെ പിടിച്ച് നിർത്താനായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, ഒരാളുടെയും ജോലി പോവാതിരിക്കാനുള്ള സാധ്യതകൾ നോക്കുന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു സപ്പോർട്ടാണ് അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. കാരണം UAEക്ക് പ്രത്യേകിച്ച് വളരെ സ്ട്രോങ് ലീഡർഷിപ്പാണുള്ളത്. തീർച്ചയായിട്ടും ഇസാന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഒക്കെ ചേർന്ന് നേതൃത്വം നൽകുന്ന ആ ഒരു രാജ്യം ചെറുതാണെങ്കിലും അവരുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒട്ടേറെ പദ്ധതികളുണ്ട്. നമ്മുടെ ഭാരതവുമായി വളരെ നല്ല ബന്ധവുമാണ്, ഏറ്റവും ഊഷ്മളമായ ബന്ധം. നമ്മുടെ പ്രധാനമന്ത്രി UAE സന്ദർശിക്കാൻ എത്തുമ്പോൾ പ്രോട്ടോകോൾ ലംഘിച്ച് പോലും UAE പ്രസിഡന്റ് സ്വീകരിക്കാൻ എത്തുന്നുണ്ട്. ഈ ഒരു അധികാരമേറ്റതിന് ശേഷം മുതൽ അദ്ദേഹം ചെലുത്തിയ ഒരു ശ്രദ്ധ, ഈ ഒരു ഡെവലപ്മെൻറ്റ്, ഈ ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വളരെ എനിക്ക് തോന്നുന്നു വലിയ രീതിയിൽ ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണെന്ന് തോന്നുന്നു, അല്ലേ? അത് തീർച്ചയായിട്ടും. ആഗോളതലത്തിൽ തന്നെ 2014 ശ്രീ നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്ന സമയത്ത് ഒരു പ്രവാസികളെ പ്രധാനമായി ഫോക്കസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോൾ പ്രവാസികളെ പ്രധാനമായി ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ഈ പ്രവാസികൾ താമസിക്കുന്ന സ്ഥലങ്ങളുടെ ഭരണാധികാരികളുമായിട്ടും നല്ല ബന്ധം വേണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. അതെ. അപ്പോൾ അദ്ദേഹം UAE വിസിറ്റ് നടത്തിയ സമയത്ത് ആ UAE വിസിറ്റിൽ പബ്ലിക് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. ആ പബ്ലിക് പ്രോഗ്രാമിൻ്റെ കൺവീനറായിരുന്നു ഞാൻ. 2015 ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു ഞാനത് റിപ്പോർട്ട് ചെയ്ത. അതെ. അപ്പോൾ 2015 ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അദ്ദേഹം വന്ന് പങ്കെടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശ്രീ അജിത് ഡോവലായാലും മറ്റുള്ളവരായാലും അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എത്ര മനോഹരമായിട്ടാണ് ഇവിടുത്തെ അതോറിറ്റി 10 ദിവസമാണ് കിട്ടിയത്. ആ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ 10 ദിവസമാണ്, എക്സാക്ട്ലി 10 days. PMO ഓഫീസിൽ നിന്ന് നമുക്ക് കോൾ വന്ന് പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ട്, ഇങ്ങനെ പബ്ലിക് പ്രോഗ്രാം നടത്തണം, സ്ഥലം പറയുന്നില്ല, ഒന്നുമില്ല. അന്ന് ആ ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇപ്പോഴും പലർക്കും പുറത്ത് അറിയില്ല, ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയം റിനോവേഷൻ നടക്കുകയാണ്. അതെ അതെ. സോ നമ്മുടെ ഇവിടുത്തെ മാതിരി സാധാരണ ഒരു റിനോവേഷൻ നടക്കുന്ന സമയത്ത് അതോറിറ്റീസ് ഒന്നും ചെയ്യില്ല. അന്ന് കൗൺസിലേറ്റിനെ ബന്ധപ്പെട്ട് കൗൺസിലേറ്റിൻ്റെ ആളുകളും നമ്മളും ചേർന്നിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു അത്. അപ്പോൾ ഓരോ അതോറിറ്റീസിൻ്റെ അടുത്തേക്കും പോകുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവമുണ്ട്. എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്. ആ റിനോവേഷൻ വർക്ക് അവിടെ നിർത്തി വെച്ചുകൊണ്ട് നമുക്ക് ആ ക്രിക്കറ്റ് സ്റ്റേഡിയം തരികയാണ് 24 hours ദുബായിലൊരു അസാധ്യമായ കാര്യം തന്നെയായിരുന്നു അന്ന് ചെയ്തത്. അതെ, തീർച്ചയായിട്ടും എംബസിയുടെയും മറ്റുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ UAE ഗവൺമെൻറ് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രീ നരേന്ദ്രമോദിയെ കാണുന്നു എന്നുള്ളതാണ് ഞാൻ എനിക്ക് മനസ്സിലായത്. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് അഭിമാനം തോന്നുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത്. അവിടുത്തെ റോഡുകളൊക്കെ തന്നെ ഗതാഗത നിയന്ത്രണം കൊണ്ടുവന്നു. കാരണം സ്പെഷ്യൽ ട്രെയിൻ, അതെ, അങ്ങോട്ട് പോകാനായിട്ട് സ്പെഷ്യൽ ട്രെയിനും ബസ്സും ഫ്രീ ആയിട്ടാണ് അറേഞ്ച് ചെയ്ത് തന്നത്. 10,000-കണക്കിന് ആളുകളാണ് ബസ്സുകളിലും മറ്റു വാഹനങ്ങളിലും ഈ സ്റ്റേഡിയത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. കുറേ പേർക്ക് സത്യം പറഞ്ഞാൽ സ്റ്റേഡിയത്തിലുള്ള ആളുകളെക്കാൾ ആളുകൾ പുറത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ. കാര്യം ഞാൻ പുറത്തേക്കും അകത്തേക്കും കയറിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഓൾ പാസ്സായിട്ട്, അതായത് നമുക്ക് നരേന്ദ്രമോദി വരുന്ന സമയത്ത് ശ്രീ നരേന്ദ്രമോദി പുറത്തുനിന്ന് വന്ന് അവിടെ നിന്ന് മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സ് കൂടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളൊരു 5 പേരാണ് ഉണ്ടായിരുന്നത് അതിലെ മെയിൻ ടീമിൽ. അപ്പോൾ മുകളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് അറിയാം എത്രയോ പേര് പുറത്ത് നിൽക്കുന്നു. അവർക്ക് വേണ്ടി നമ്മൾ ബിഗ് സ്ക്രീനൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയൊക്കെ ഒരു സപ്പോർട്ട്. ഞാൻ പറഞ്ഞു വന്നത് UAE അതോറിറ്റീസ് അത് അത്ര ഇമ്പോർട്ടൻസ് ആയിട്ടാണ് ഉള്ളത്. അതിന് മുമ്പ് ശ്രീ നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് അവിടെ ഫസ്റ്റ് ഇന്റർനാഷണൽ യോഗ ഡേ നമ്മൾ സംഘടിപ്പിച്ചു. ഈ ഫസ്റ്റ് ഇന്റർനാഷണൽ യോഗ ഡേ നമ്മൾ സംഘടിപ്പിച്ച സ്പോർട്സ് നമ്മുടെ ഓദ്മത്തിലുള്ള സ്പോർട്സ് സ്റ്റേഡിയത്തിലാണ് നമ്മൾ. മേരി കോമിനെയാണ് നമ്മൾ അന്ന് ഇവിടുന്ന് കൊണ്ടുപോയത്. കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്, അങ്ങനെയാണ് നമ്മൾ മേരി കോമിനെ കൊണ്ടുപോയത് അന്ന്. അവിടെ കൊണ്ടുപോയി ആ സംഭവം ഇതേമാതിരി തന്നെയാണ്. നമുക്ക് ദിവസങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അറേഞ്ച് ചെയ്യാനായിട്ട്. പക്ഷെ അതിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേഷൻ 40,000 ആളുകൾ പങ്കെടുത്തു എന്നുള്ളതാണ്. എക്സാക്ട്ലി ഒന്നും ആർക്കും അറിയില്ല. നമ്മൾ തന്നെ അതിശയിച്ച് പോയി ഈ ആളുകൾ എവിടെ നിന്ന് വന്നത്. ദിസ് ഈസ് ആൻ ഇൻസ്പിറേഷൻ ഫ്രം അവർ റൂളർ. സോ നമ്മളെ ഭരിക്കുന്ന ആളുകൾ, ഞാൻ 2004 പ്രവാസ ജീവിതം തുടങ്ങുന്നത്. 2004 പ്രവാസ ജീവിതം തുടങ്ങുന്ന സമയത്ത് ഇന്ത്യൻ പാസ്പോർട്ട് കാണിക്കുന്ന സമയത്ത്
ഉള്ള വിലയും 2014 ശേഷം ഇന്ത്യൻ പാസ്പോർട്ട് കാണിക്കുമ്പോഴുള്ള വിലയും രണ്ടും രണ്ടാണ്. അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും അവിടെ. അതെ, നമ്മൾ എവിടെ പോകുന്ന സമയത്തും അതിൻ്റെ വാല്യൂ, നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഒരു വാല്യൂ, എത്ര കൺട്രീസിൽ യാത്ര ചെയ്യാം എന്നുള്ളതൊന്നല്ല, നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നൊരു വാല്യൂ, അത് നമുക്ക് ശരിക്കും 2014 ശേഷം ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വിദേശ രാജ്യങ്ങളെല്ലാം യാത്ര ചെയ്ത്, എനിക്ക് തോന്നുന്നു UAE-യിലൊക്കെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം വന്ന പ്രൈം മിനിസ്റ്ററാണ്. കറക്റ്റ്. കുറേ വർഷങ്ങൾ അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട്, ഇപ്പോൾ 2 തവണ അദ്ദേഹം വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞാൻ അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ 2 തവണയും ഇത്തരത്തിൽ വന്നിട്ടുണ്ട്. ഇത്തവണ അബുദാബിയിലായിരുന്നു ലാസ്റ്റ് വന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു എഫേർട്ടാണ്. UAE ഈസ് നമുക്കൊരു ബയോളജിക്കൽ പാർട്ട്ണർ പോലെയാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ UAE മറ്റൊരു പാർട്ടായിട്ട് നമുക്ക് തോന്നില്ല. അത് അവിടുത്തെ ഗവൺമെൻറ്റിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞത് റൂളേഴ്സിൻ്റെ വിഷണറി കൺസെപ്റ്റ്. UAE എന്ന് പറയുന്ന സമയത്ത് ആ UAE-യുടെ വളർച്ചയെ നമ്മൾ നോക്കിക്കാണുമ്പോൾ നമുക്കറിയാം, ചെറിയ വർഷങ്ങൾ, ഇപ്പോൾ ശ്രീലയോ അവിടെ നിന്ന് വന്നിട്ട് ഇത്ര നാളായിട്ടില്ല, ഇനി തിരിച്ചു പോയി കഴിഞ്ഞ് കണ്ടറിയാം. അപ്പോൾ ഓരോ സാഹചര്യം, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്തൊക്കെ ഒരു സാഹചര്യം വന്നാലും അതിനെ മറികടക്കാനായിട്ട് അവിടെ യഥാർത്ഥത്തിൽ സാധിക്കും. ഇപ്പോൾ ഞാൻ ഏറ്റവും ഇത്തരത്തിലൊരു വലിയൊരു പ്രശ്നം വന്നിരിക്കുന്ന സമയത്താണ് UAE മറ്റൊരു മെഗാ പ്രൊജക്റ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്, റെയിൽവേയുടെ മറ്റൊരു മെഗാ പ്രൊജക്റ്റ് പ്രഖ്യാപിച്ചത്. ദർ ഇസ് എ സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ് ഈച്ച് സ്റ്റേജ്. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെന്നിട്ടില്ല, എന്തൊക്കെ പറഞ്ഞാലും ഒരു റിസഷൻ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇതൊരു യുദ്ധസമാനമായ അന്തരീക്ഷം മാത്രമല്ല, യുദ്ധം നടന്നു, അതിനുശേഷം ഒട്ടനവധി അറ്റാക്കുകൾ നടന്നു, ഹോർമുസ് അടഞ്ഞു കിടക്കുന്നു, ഇപ്പോഴും പ്രശ്നമുണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇത് നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം മർമ്മപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് GCC എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല. ഇവിടുത്തെ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ ഇതിനെ വളരെ ഇമ്പോർട്ടൻസോടുകൂടി അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിൻ്റെ അഡ്വൈസറി കമ്മിറ്റി മെമ്പറായും പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങ് പറഞ്ഞ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൾച്ചറിനെ കുറേ കൂടി തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഈ പൊതുവിൽ ലോകത്തുണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. പ്രധാനമന്ത്രി തന്നെ ലോകം എമ്പാടും സഞ്ചരിക്കുമ്പോൾ ആദ്യം അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ഒരു സ്വീകരണത്തെക്കാൾ ഊഷ്മളമായ സ്വീകരണമാണ് ഓരോ വർഷം കഴിയുന്തോറും അദ്ദേഹത്തോട് കിട്ടി. അതായത് അദ്ദേഹത്തിൻ്റെ അക്സെപ്റ്റൻസ് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു യുദ്ധസമാന സാഹചര്യം ആ യുദ്ധമുണ്ടായി, അതിനുശേഷം ഇപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്, വെടിനിർത്തൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ ഇന്ത്യയിലേക്കാണ് ഉറ്റുനോക്കുന്നത്. ആ ഒരു തരത്തിലേക്ക് പോലും ഇന്ത്യ വളർന്നിരിക്കുകയാണ്. പ്രവാസികൾ പൊതുവിൽ ഇപ്പോൾ ഇന്ത്യയുടെ ഭൗമരാഷ്ട്രീയത്തിൽ, അതായത് ജിയോ പൊളിറ്റിക്സിലെ പങ്കിനെക്കുറിച്ചും ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ചും ഒക്കെ തന്നെ എങ്ങനെയാണ് കാണുന്നത്? അതിന് ഈ പ്രവാസികളെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഭാരതത്തിലും കേരളത്തിലും ഇരിക്കുന്ന പ്രവാസികൾ ഒഴികെയുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്ന സമയത്ത് പോലും നമ്മൾ പറയുന്ന ഒരു 2 കോടിയോളം വരുന്ന ജനങ്ങൾ NRIs ആണ്. ഞാൻ ഇതിൽ മറ്റുള്ള ഉൾപ്പെടുത്തിയിട്ടില്ല, അതായത് അമേരിക്കയിലുള്ള ഇന്ത്യൻ വംശജരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഏകദേശം 3.4 crore വരും, കോടിക്കണക്കിന് 3.4 കോടി ജനങ്ങളുണ്ടാവും. പക്ഷേ NRIs ആയിട്ടുള്ള, അതായത് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആയിട്ടുള്ള NRIs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2 കോടിയോളം വരും. ഈ 2 കോടി ജനങ്ങളിൽ GCC എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം, ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 91 ലക്ഷം ജനങ്ങളുണ്ട്. ഇതിൽ ഏകദേശം കേരളത്തിലെ ആളുകൾ, കേരളം എന്ന് പറയുന്ന സ്ഥലത്തെ ആളുകൾ 1.8 ഉണ്ട്, 1.8 മില്യൺ, അതായത് 18 ലക്ഷം തൊട്ട് 20 ലക്ഷം വരെയുള്ള ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രവാസികൾ, അതായത് നമ്മുടെ വീടുകൾ, കേരളത്തിൻ്റെ മൊത്തം പോപ്പുലേഷൻ എന്ന് പറയുന്നത് 3-3.5 കോടിയാണ്. കറക്റ്റ് വന്നിട്ടില്ല, ഇപ്പോൾ എടുക്കണില്ലുള്ളൂ നമ്മൾ. എന്തായാലും അതിലെ ഒരു 22 ലക്ഷം ആളുകൾ, അതിൽ 5 വീട് എടുത്തു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് ഒരു പ്രവാസിയെങ്കിലും ഉണ്ടാവും കേരളത്തിൽ നിന്ന്. ശരിയാണ്. അപ്പോൾ ഇത്രയധികം റെമിറ്റൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള ബഡ്ജറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. കേരള ബഡ്ജറ്റിന് ഈക്വൽ, അതായത് 2.4 lakh crore ആണ് നമ്മുടെ കേരള ബഡ്ജറ്റ്. ഈ കേരള ബഡ്ജറ്റിൻ്റെ സെയിം എമൗണ്ട് റെമിറ്റൻസ് വിദേശത്തു നിന്നും കേരളത്തിലേക്ക് വരുന്നുണ്ട്. അതായത് 2.4 ലക്ഷം കോടി രൂപ
റെമിറ്റൻസ് ആയിട്ട് വിദേശത്ത് നിന്ന് നമുക്ക് അയക്കപ്പെടുന്നുണ്ട്. എത്ര നമ്മൾ കണക്കൂട്ടേണ്ട ഒരു അപ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ GDP-യുടെ മുമ്പ് 30% ഇപ്പോൾ 25%. അത് 4/1 ഭാഗം വരുന്നത് കേരളത്തിലെ പ്രവാസികളെ കൊണ്ടാണ്. ആലോചിച്ച് നോക്കൂ, നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് പ്രവാസികൾ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിനും അത്തരത്തിലൊരു സംഭവമില്ല. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് മർമ്മപ്രധാനമാണ്. കാരണം കേരളത്തിലെ വിദേശികൾ, അതുകൊണ്ടാണ് യുദ്ധമൊക്കെ നമ്മുടെ കേരളത്തിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. GDP-യുടെ 25% എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു വാല്യൂ ആണ്. കാര്യം 25%-നെ ബാധിക്കുന്ന ഒരു 5% ബാധിച്ചാൽ മതി, വി വിൽ കൊളാപ്സ്. നമ്മുടെ ഗവൺമെൻറ് വിൽ കൊളാപ്സ്. അപ്പോൾ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ സാധാരണ ആളുകൾക്കോ മറ്റുള്ളവർക്കോ അറിയില്ല. ശരിയാണ്. പക്ഷേ ഈ പ്രവാസികൾക്ക് എന്ത് കിട്ടുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഭാരത സർക്കാർ പണ്ട് വാജ്പേയി ഇരുന്ന സമയത്ത് നമ്മൾ DASA എന്ന് പറയുന്ന ഡയറക്റ്റ് അഡ്മിഷൻ ഫോർ സ്റ്റുഡൻസ് അബ്രോഡ്, DASA എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു. 2001-2002 തോന്നുന്നുണ്ട്. അത് നമ്മുടെ നിരന്തരമായ പ്രവാസികളുടെ ആവശ്യത്തിൻ്റെ പ്രകാരമാണ് പോകുന്നത്. അതായത് അതിൻ്റെ സിമ്പിൾ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക്, അബ്രോഡുള്ള ആളുകളുടെ കുട്ടികൾക്ക്, അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് +2 കഴിഞ്ഞാൽ നമ്മുടെ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ NIITs അത്തരത്തിലേക്കുള്ള ഡയറക്റ്റ് അഡ്മിഷൻ, +2-ന് 75% മാർക്ക് കിട്ടുക, JEE മെയിൻ മാത്രം എഴുതിയാൽ മതി. ഓക്കെ. ഡയറക്റ്റ് അഡ്മിഷൻ അവർ ഫീസ് ഹൈ ആയിരുന്നു. അതെ അതെ. അതിനുശേഷം പ്രവാസികളുടെ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള, ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയപരമായിട്ടല്ല കാണുന്നത്, ഇത് ഗവൺമെൻറ് എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനുശേഷം 2013-14 കാലഘട്ടത്തിലാണ് 13 കാലഘട്ടത്തിലാണ് തോന്നുന്നുണ്ട്, നമ്മൾ അതിൽ തന്നെ CIWG, ചിൽഡ്രൻസ് ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ ഗൾഫ് കൺട്രീസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാക്കി. അവർക്ക് ഫീസ് വളരെ കുറവാണ് ഈ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ തന്നെ. പക്ഷെ ഇപ്പോഴും അതിലൊരു പ്രശ്നമുണ്ട്. അത് ഇത് വന്ന സമയത്തും DASA എന്ന് പറയുന്നതിൻ്റെ ഡയറക്റ്റ് റിഫ്ലക്ഷൻ തന്നെയാണ് CIWG-യിൽ വരുന്നത്. അതായത് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഗൾഫ് കൺട്രീസിൽ, ഇപ്പോൾ ശ്രീലിയോ അവിടെ വർക്ക് ചെയ്തതാണ്, നമുക്കറിയാം അവിടെ താമസിക്കുന്നതിൽ 75% ആളുകളും സാധാരണ ജോലിക്കാരാണ്. ഇവർക്ക് ഫാമിലി അവിടേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അവരുടെ മക്കൾ പഠിക്കുന്നത് കേരളത്തിലാണ് അല്ലെങ്കിൽ ഇന്ത്യയിലാണ്. കറക്റ്റ്. അപ്പൊ ഈ 75% സ്റ്റുഡൻസിന് ഇതിൽ പങ്കെടുക്കാനേ പറ്റില്ല. കാരണം അച്ഛൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അമ്മ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഈ സാഹചര്യം ഇല്ല. അപ്പം ഈ ഒരു ആവശ്യം ഞാനിപ്പോൾ പേഴ്സണലായിട്ട് തന്നെ കഴിഞ്ഞ മാസം നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫോളോ അപ്പ്, ഇലക്ഷൻ വന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യാൻ പോവുകയാണ്. ശ്രീ ഇമാനുവൽ ജോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. എത്ര ചെറിയ കാര്യമാണെന്ന് തോന്നുന്നു, പക്ഷേ അത് ഏർപ്പെടുത്താൻ, അത് DASA-യിൽ ഉൾപ്പെടുന്നതിൻ്റെ 5% ആണ് ഈ CIWG-യിലുള്ള സ്റ്റുഡൻസിന് കിട്ടുള്ളൂ. ഓക്കെ, അത് മതി. പക്ഷേ അതിൻ്റെ ഈ ക്രൈറ്റീരിയ മാറ്റണം. 2 ക്രൈറ്റീരിയ, +2-ന് 75% വേണം, അഗ്രീഡ്. JEE അതേപോലെ തന്നെ പാസ്സാവണം, അതിൻ്റെ അഡ്മിഷൻ ടെസ്റ്റ് എഴുതിയിട്ട് പാസ്സാവണം. ഈ 2 ക്രൈറ്റീരിയ. പക്ഷേ സ്റ്റുഡൻറ്റ് അവിടെ പഠിച്ചിരിക്കണം എന്ന് പറയുന്ന അർത്ഥത്തിൽ കാര്യം 75% ഓഫ് GCC കൺട്രീസിലെ ആൾക്കാരെ ഔട്ടാക്കുന്നത്. അപ്പൊ അതൊരു വലിയ DASA-യുടെ സെയിം ആണ് CIWG-യിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ക്ലറിക്കൽ ആയിട്ടുള്ള കുറെ മിസ്റ്റേക്കുകൾ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പറ്റിയാൽ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഇപ്പൊ ചെയ്യുന്ന സപ്പോർട്ടിനേക്കാൾ കൂടുതൽ പ്രവാസികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. ഞാനിതൊരു ഒറ്റ എക്സാമ്പിളാണ് പറഞ്ഞത്. 2, ഒരു പെൻഷൻ സംവിധാനം. ഏറ്റവും കൂടുതൽ പ്രവാസികൾ ആവശ്യപ്പെടുന്ന, അതായത് എല്ലാ സംസ്ഥാനങ്ങളും ഉൾപ്പെടുന്ന രീതിയിലെങ്കിലും ഒരു പെൻഷൻ സമ്പ്രദായം കൊണ്ടുവരണം. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്കൊരു പെൻഷൻ സംവിധാനത്തിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരിയാണ്. കാര്യം ഈ പ്രവാസിയുടെ ഇമ്പോർട്ടൻസ്, നേരത്തെ ഞാൻ പറഞ്ഞു, റെമിറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ വിദേശ നാണ്യമാണ്, നമ്മുടെ റിസർവ് ഫണ്ടായിട്ട് വരണതാണ് ഡോളറിൽ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്. ശരിയാണ്. ഇതെടുത്തിട്ടാണ് നമ്മൾ ഓയിൽ മേടിക്കുന്നതും മറ്റുള്ള കാര്യങ്ങൾ മേടിക്കുന്നതും. എന്തിന് ഇന്ത്യൻ രൂപ ഇതേപോലെ നിലനിൽക്കുന്നത് പോലും പ്രവാസികളുടെ റെമിറ്റൻസിന്റെ ആണ്. കാര്യം ഇന്ത്യൻ രൂപ മേടിക്കുകയാണ്. ഇതിനൊരു എക്കണോമിക്സ് ഉണ്ട് ഇതിന്റെ ബാക്കിൽ. അത് കണ്ടുകൊണ്ട് പ്രവാസികളെ സത്യത്തിൽ വരണം. പക്ഷെ പ്രവാസികൾക്ക് അത് സാധിക്കാത്ത എനിക്ക് തോന്നുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുമ്പോൾ, ഇവർ രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല. സത്യം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമുള്ള ആളുകളാണ് പ്രവാസികൾ മാനസികമായിട്ട്.
രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ് പ്രവാസികൾ. പക്ഷേ ഇവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെയോ കേരള രാഷ്ട്രീയത്തിൻ്റെയോ ഡയറക്റ്റ് ഭാഗമല്ല പലപ്പോഴും. ഇവർക്ക് സീറ്റില്ല, വോട്ടില്ല, ഇവിടെ വോട്ടില്ല. ഇവർക്ക് വോട്ടുണ്ടെങ്കിൽ പോലും വരാൻ പറ്റില്ല. നമുക്ക് മറ്റുള്ള വോട്ട് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അവിടെ നിന്ന് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ വോട്ട് റിഗിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇല്ലാത്ത ന്യൂസ് നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഇനിയിപ്പോൾ ഓൺലൈൻ വോട്ടിംഗ് കൂടി വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വേറെ കുറെ കഥകൾ അതിന്റെ മുകളിൽ വരും. അപ്പൊ അത് നടപ്പിലാവില്ല. പിന്നെ അവിടുന്ന് പ്രവാസി ഇവിടെ വന്നിട്ട് വോട്ട് ചെയ്യുമോ? ഇല്ല, വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കുറച്ച് പേരെ വരുള്ളൂ. നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അത്തരത്തില് പ്രവാസികൾക്ക് അതൊന്നും ഇപ്പോൾ വോട്ട് എന്നുള്ളതൊക്കെ സത്യം പറഞ്ഞാൽ വൈഡർ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്. പക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവാസികൾക്ക് വേണ്ടി സീറ്റ് റിസർവ് ചെയ്യാൻ പറ്റും. പ്രവാസികളായിരുന്നതോ അല്ലെങ്കിൽ പ്രവാസികളായി തിരിച്ചു വന്നവരോ ആയിട്ടുള്ള ആളുകൾ അവർക്ക് സീറ്റ് ഇവിടെ റിസർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഇനീഷ്യേഷൻസ് ഇനിയും വേണം, വളരെയധികം വേണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇത് ഉണ്ടായാൽ മാത്രമാണ് കൂടുതൽ നമുക്ക് മുന്നോട്ട് ഇന്ത്യൻ ഗവൺമെന്റിനായാലും പ്രവാസികളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഇന്ത്യൻ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. ഞാനൊരു 2-3 എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. ചില കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഇന്ത്യ ഒരു ചെറിയ രാജ്യമല്ല. ശരിയാണ്. 135-140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ 100 കണക്കിന് പ്രശ്നങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കേണ്ടി വരും. പക്ഷെ പ്രവാസികൾ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പോലെയല്ല നമുക്ക് കണക്കാക്കുന്നത്. കേരള സംസ്ഥാനത്തെ സംബന്ധിച്ച് പോകുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രവാസികൾ എന്ന് പറയുന്നത്. കാരണം ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം GDP-യുടെ അത്ര ശതമാനം വരില്ല. വേറൊരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ്. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. തീർച്ചയായിട്ടും. കാരണം നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ 5-ൽ 1 വീട്ടിൽ ഒരു പ്രവാസിയെങ്കിലും ഉണ്ടാകും എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറ മെച്ചപ്പെടുത്തിയത് പ്രവാസിയുടെ വിയർപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 70-കൾക്ക് ശേഷമാണ് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ, സാമ്പത്തിക അന്തരീക്ഷത്തിൽ ഇത്രയേറെ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചത്. പട്ടിണി പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് മാറാൻ സാധിച്ചു, അല്ലെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് മാറാൻ സാധിച്ചത് അത് പ്രവാസിയുടെ വേർപ്പാണ്, പ്രവാസി അനുഭവിച്ച വിരഹമാണ്, പ്രവാസിയുടെ ജീവിതം ഈ മെഴുകുതിരി പോലെ എരിഞ്ഞത് കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പ്രവാസികളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ അവിടെയും മാറ്റങ്ങൾ ഒട്ടേറെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കേരളത്തിൻ്റെ വികസനത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുള്ളവരാണ്. കേരളത്തിൻ്റെ എന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യം എങ്ങനെ ആയിരിക്കണം, ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെ പ്രവർത്തിക്കണം, ഒരു നേതാവിൻ്റെ വാക്കുകൾ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രവാസികൾ. മറ്റു രാജ്യങ്ങളിലെ പ്രവാസികൾ എത്രത്തോളം നാടിനെക്കുറിച്ച് കൺസേൺഡ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ 3 മണിക്കൂർ ജേണിയല്ലേ ഉള്ളൂ. അതെ, തൊട്ടടുത്ത് കിടക്കുകയാണ്. ഈ ഇലക്ഷനൊക്കെ ഇവിടെ ഇങ്ങനെ പൊടി പിടിക്കുമ്പോൾ അവിടെയും പലതരത്തിൽ ഈ ചർച്ചകളിലൊക്കെ അവരും പങ്കെടുക്കാറുണ്ട്. അതൊക്കെ നേരിട്ട് കാണാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്താണ് കേരളത്തിൽ നടന്ന, അല്ലെങ്കിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചും കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും പ്രവാസികളുടെ അഭിപ്രായം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ? ഒരു പ്രവാസി എന്നുള്ള രീതിയിലും അവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് രാഷ്ട്രീയമായ ഡിസ്കഷൻസിനും മറ്റുള്ളതിലും പോവാറുള്ള ആൾ എന്നുള്ള രീതിയിലും എനിക്ക് തോന്നിയിട്ടുള്ള ആദ്യത്തെ ഒരു വ്യത്യാസം പറയാം. നമ്മൾ കേരളത്തിൽ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ മിക്കത് തല്ലിൽ അവസാനിക്കുക. പക്ഷേ പ്രവാസി ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, ഏത് ജാതി മതസ്ഥനായിക്കോട്ടെ, എല്ലാ പ്രവാസിയും ആ സംസാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റക്കെട്ടാണ്. ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വോട്ടവകാശം വേണമെന്ന് പറയുമ്പോഴും വേണ്ട എന്ന് ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വ്യക്തിപരമായിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഐക്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു. ചിലപ്പോൾ ബദ്ധശത്രുവായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന KMCC-കാരനും BJP-കാരനും തമ്മിൽ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആളുകളാണ് അവർ പരസ്പരം. അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയത്തിനുപരിയായി, മതത്തിനുപരിയായി, മറ്റുള്ള സംസ്ഥാനങ്ങൾക്കുപരിയായി നാടിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തികളാണ് ഈ പ്രവാസികൾ. അപ്പം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, ഞാൻ ഏത് പ്രവാസിയെ കുറിച്ച് പറയാം, ഇനി കമ്മ്യൂണിസ്റ്റുകാരനായിക്കോട്ടെ, കോൺഗ്രസ്സുകാരനായിക്കോട്ടെ, BJP-കാരനായിക്കോട്ടെ, ഇനി രാഷ്ട്രീയം ഇല്ലാത്തവനായിക്കോട്ടെ, ഇവന് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. അത് അവൻ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പ്രവാസിയുടെ ജീവിതം കേരളത്തിലേക്ക് റിപ്ലിക്കേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയും. ഇവിടുത്തെ രാഷ്ട്രീയക്കാരത് കണ്ട് പഠിക്കണം. കാരണം എത്രമാത്രം സാഹോദര്യ തുല്യരായിട്ട് ഇരുന്നിട്ടും നമുക്ക് രാഷ്ട്രീയമായ വ്യത്യാസങ്ങൾ പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതിന് പ്രവാസികളാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ.
അതെ. കാര്യം അത്രയധികം സ്നേഹമുണ്ട് അവർക്ക് പരസ്പരം. ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ്, അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുമുണ്ട്. UAE എന്ന രാജ്യം അവിടുത്തെ ജനങ്ങളെ എങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നത് എന്നുള്ളത് സംബന്ധിച്ച്. അതൊരു അറബ് രാജ്യമാണ്. അവിടെ ഒരു ഹിന്ദുവിനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതസ്ഥനെ അവൻ്റെ മതത്തിനെ അവഹേളിക്കാനോ അവനെ ഏതെങ്കിലും തരത്തിൽ ക്രൂശിക്കാനോ അനുവദിക്കുന്നില്ല അവിടുത്തെ നിയമം. തീർച്ചയായിട്ടും വളരെ ശക്തമായ ശിക്ഷ അവിടെ അനുഭവിക്കേണ്ടി വരും. മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ സർക്കാരിനെയോ ഭരണത്തലവനെയോ അവിടെ അവഹേളിക്കാൻ ഒരു സ്വാതന്ത്ര്യവും കിട്ടില്ല. ഇല്ലില്ല. കൃത്യമായ ഇടപെടൽ. അല്ല, അത് മാത്രമല്ല, ഞാനിപ്പോൾ പറയാം, ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJP 2009 സ്റ്റാർട്ട് ചെയ്യുന്നത്. താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് BJPക്ക് അധികാരമില്ലാത്ത സമയത്ത് 2009 തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് എങ്ങനെയോ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു അസൈൻമെൻറ്റ് വരുന്നത്. അത് നടപ്പിലാക്കാൻ പോകുന്ന സമയത്ത്, നമ്മളവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യണ സമയത്ത്, സത്യം പറഞ്ഞാൽ UAE പോലെ ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്കത് നടക്കില്ലായിരുന്നു. അത്രയധികം ടോളറൻസ് അവർക്കുണ്ട്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റി. ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJPയുടെ ആദ്യത്തെ മുസ്ലിം രാജ്യത്ത്, ലോകത്തിലെ ആദ്യമായി ഒരു മുസ്ലിം രാജ്യത്ത് ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJPയുടെ ചാപ്റ്റർ ആരംഭിച്ച UAEയിലാണ്. ഓക്കെ. അപ്പോൾ ആ ടോളറൻസ് അറിയാലോ. അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും അവിടുത്തെ ഇന്നത്തെ പുരോഗമനം നമുക്കറിയാം. 5 മിനിറ്റ് കൊണ്ട് ആരാണ് ഇത് തുടങ്ങിയത്, ആരൊക്കെ ഇതിന് പുറകിലുള്ള എല്ലാം അവർക്ക് ചാർട്ട് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് പോലും അവർ സ്വാതന്ത്ര്യം, പ്രവർത്തന സ്വാതന്ത്ര്യം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അഫിലിയേഷൻ ചെറുതായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, കൾച്ചറൽ ഓർഗനൈസേഷനാണ്, പക്ഷെ അത്തരത്തിലുള്ള ഓർഗനൈസേഷന് അവർ ഒരു തരത്തിലുള്ള വിലക്കും ഏർപ്പെടുത്തിയില്ല. അത്ര ടോളറൻസ് അവർക്കുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രവാസികളെ കൊണ്ട് UAE ഗവൺമെന്റിന് യാതൊരുവിധ ദോഷവും ഉണ്ടായിട്ടില്ല, ഗുണങ്ങളല്ലാതെ. ഒരു തരത്തിൽ പോലും അവർ UAE ഗവൺമെന്റിനെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവരെ മറ്റുള്ള രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കാനോ ശ്രമിച്ചിട്ടില്ല പ്രവാസികൾ എന്നും UAE ഗവൺമെന്റിന്റെ കൂടെ നിലകൊണ്ടിട്ടുള്ളൂ. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ആ പ്രവാസി സമൂഹത്തിനോട് UAE ഗവൺമെന്റിനും ഉള്ള ഒരു സ്നേഹം. എനിക്ക് മറ്റൊരു കാര്യം കൂടി, ഞാൻ താങ്കൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം ചോദിച്ചു, കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ പറ്റി. കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുന്ന സമയത്ത് ഒരു മാറ്റത്തിന്റെ സൂചനയാണ് എനിക്ക് അവിടെ ആളുകളുടെ സംസാരത്തിൽ മനസ്സിലായത്. കേരളത്തിലെ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കാരണം കോവിഡ് ആണ് എന്നുള്ളൊരു അസംഷനിലാണ് പല പ്രവാസികളും എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിച്ചത്. കോവിഡ് വന്ന സമയത്ത് പ്രതിപക്ഷത്തിന് റോൾ ഇല്ലാണ്ടായി. ശരിയാണ്. ഞാനതൊരു രാഷ്ട്രീയ അനുഭാവി എന്നുള്ള രീതിയിലല്ല പറയുന്നത്, അവിടുത്തെ വിലയിരുത്തലുകളാണ്, പ്രവാസികളുടെ വിലയിരുത്തൽ. അപ്പോൾ കോവിഡ് വന്ന സമയത്ത് ഗവൺമെന്റിനാണ് ഇമ്പോർട്ടൻസ്. അത് സ്റ്റേറ്റിലായാലും കേന്ദ്രത്തിലായാലും ഒരു സംശയമില്ല, ഗവൺമെന്റിനാണ് ഇമ്പോർട്ടൻസ്. അല്ലാണ്ട് കിറ്റിൻ്റെ ആണെന്നൊന്നും പ്രവാസികൾ വിശ്വസിക്കുന്നില്ല. എന്നും ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് ഗവൺമെന്റ് അതോറിറ്റിയാണ് ഉണ്ടാവുക. പ്രതിപക്ഷത്തിന് അവിടെ വളരെ ഒരു മൈന്യൂട്ട് റോളുള്ളൂ. കാരണം ഒന്നും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റില്ല ആ സമയത്ത്. ഒരു പ്രതിസന്ധി ഘട്ടമാണ്. അതിനെ തരം ചെയ്യാൻ എന്ത് ഗവൺമെന്റ് ചെയ്യണോ അവരെ കൂടെ നിൽക്കാന്ന് മാത്രമാണ് ഏത് പ്രതിപക്ഷത്തിനും ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ കേരളത്തിലും അത്തരത്തിലാണ് കഴിഞ്ഞ ഇലക്ഷൻ. ഈ ഇലക്ഷൻ അങ്ങനെയല്ല, എന്തൊക്കെയോ അതാണ് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ പ്രവാസികൾ പറയുന്ന ഒരൊറ്റ കൺസെപ്റ്റാണ്, അതായത് ആൻറ്റി ഇൻകംബൻസി ഉണ്ട്, അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ആൻറ്റി ഇൻകംബൻസിയുടെ ലെവൽ അനുസരിച്ച് കേരളത്തിലെ മാറ്റം കാണാം എന്നുള്ളതാണ് പ്രവാസികൾ പറയുന്നത്. ആര് ജയിക്കും ആര് തോൽക്കുമെന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മളാളല്ല, തിങ്കളാഴ്ച അറിയാം, 4-ാം തീയതി അറിയാം, പക്ഷെ മാറ്റം വരും എന്നുള്ളതാണ് പറയുന്നത്. അത് മാത്രമല്ല, ആ മാറ്റത്തിനോടൊപ്പം ഒരു തേർഡ് ഫോഴ്സും കൂടി നിയമസഭയിൽ ഉണ്ടാവും എന്നുള്ളത് വ്യക്തമായി പ്രവാസികളായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സമ്മതിക്കുന്നുണ്ട്. BJP തീർച്ചയായിട്ടും BJP ഒരു പൊളിറ്റിക്കൽ വിങ് ആയി, അതായത് പൊളിറ്റിക്കൽ വിങ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സീറ്റല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് സീറ്റ് ആയിട്ട് ഉണ്ടാവും എന്നാണ് പ്രവാസികൾ വിശ്വസിക്കുന്നത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ വരുന്നത്. പിന്നെ ഇത്തവണ തീർച്ചയായിട്ടും ഈ യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ ആർക്കും വരാൻ പറ്റില്ല. കുറച്ചു പേരെങ്കിലും വരാറുണ്ട്. ഈ പറഞ്ഞമാതിരി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അവിടുത്തെ പ്രവർത്തകരുടെ ആത്മാർത്ഥത പ്രശംസനീയമാണ്. അത് തീർച്ചയായിട്ടും. അത് മുസ്ലിം ലീഗിൻ്റെ ആണെങ്കിൽ KMCC വളരെ ഗംഭീരമായിട്ട്, അപ്പോൾ BJPയുടെ പ്രവർത്തകർ അവിടെ വഹിച്ചിട്ടുള്ള പങ്ക് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം CPM ആണെങ്കിലും കോൺഗ്രസും, അതും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വേറൊരു കാര്യം ഞാൻ ഇടയ്ക്ക് ഓർത്തതാണ്, ഈ 2014 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിന് ശേഷം അവിടുത്തെ പാകിസ്ഥാൻ കമ്മ്യൂണിറ്റിയുടെ
കാഴ്ചപ്പാടിൽ അഭിപ്രായത്തിൽ വന്നിട്ടുള്ള മാറ്റവും വളരെ പ്രകടമാണ്. അത് എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. അതായത് അവർക്ക് വാർത്തകളിലൂടെ അറിയുന്ന ഇന്ത്യയാണ്, എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഗവൺമെൻറ്റിനാണ് അവർക്ക് അറിയാവുന്നത്. പ്രവാസികളോട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവർ പറഞ്ഞിരുന്നത്, ആ സന്ദർശനത്തിന് മുമ്പ് പറഞ്ഞിരുന്നത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അത്ര ഇഷ്ടത്തോടെ ആയിരുന്നില്ല. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവരിലേക്ക് എത്തിയിരുന്നത്. അതിനുശേഷം, ഈ സന്ദർശനത്തിന് ശേഷം, ഞാൻ അവിടെ താമസിച്ചിരുന്ന കെട്ടിടത്തിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ തന്നെ എന്നോട് പറഞ്ഞത്, അരേ എന്നിട്ട് ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആളാണോ നിങ്ങളുടെ പ്രധാനമന്ത്രി, എന്തൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞിരുന്നത് എന്ന്. അതിനുശേഷമാണ് പാകിസ്ഥാനിലെ ഒരു കുട്ടിക്ക് ഇന്ത്യയിൽ വളരെ സങ്കീർണമായൊരു ശസ്ത്രക്രിയ വിജയകരമായി നടത്തി കൊടുത്തത്. സുഷമ സ്വരാജ് കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത്. അതിനുശേഷവും ഇദ്ദേഹം എന്നോട് സംസാരിച്ചു. അപ്പോൾ ഇദ്ദേഹം സംസാരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞത്, അവർ ഒരു കൂട്ടമായിരുന്ന ഒരുപാട് പേർ സംസാരിക്കുന്ന കാര്യത്തിൻ്റെ ഒരു ഇൻഫർമേഷനാണ് എനിക്ക് തരുന്നത്. അപ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന ഒരു കുറേയേറെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ മനുഷ്യത്വത്തോടു കൂടി പെരുമാറുന്നൊരു സർക്കാരാണ് ഇന്ത്യയിലുള്ളത് എന്നൊക്കെയുള്ള ഒരു സംഭവം അവരിൽ നിന്ന് തന്നെ നേരിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് നമുക്കറിയാമല്ലോ, 2014 UAE ആകെ ഇളകി മറിഞ്ഞുകൊണ്ടുള്ളൊരു സന്ദർശനമാണ് 2015 നടന്നത്. ആകെ ഇളകി മറിഞ്ഞുകൊണ്ടുള്ളൊരു സന്ദർശനമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തുവാനും സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. അത് സുഷമാജിയെ പറ്റി പറഞ്ഞ സമയത്താണ് ലോകം കണ്ട ഇത്തരത്തിലുള്ളൊരു എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. ലോകത്തെ ഒരു എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർക്കും കിട്ടാത്തത്ര, സത്യം പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്ന അതേ പവറിലാണ് സുഷമാജി പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ പോകാറുള്ളത്. കാരണം ആർക്കൊരു പ്രവാസിക്ക് എന്ത് പ്രശ്നമുണ്ടായാലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും വിത്ത് ഇൻസ്റ്റൻസ്. ഒരു ട്വിറ്ററിൽ, അന്ന് ട്വിറ്റർ ആയിരുന്നല്ലോ, എക്സൽ ആയിരുന്നു, ട്വിറ്ററിൽ ഒരു ട്വീറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ കിട്ടിയിരിക്കും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ സ്പീഡോടുകൂടി, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഏത് നമ്മുടെ ഭാരതത്തിൻ്റെ ഏത് കോണിലുള്ള ആൾക്കും ഏത് പ്രവാസിക്കും സമീപിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന മുരളീധരൻ, നമ്മുടെ ശ്രീ മുരളീധരൻ, ഇപ്പോൾ അദ്ദേഹം കഴക്കൂട്ടത്തിൽ നിന്ന് ജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്തും ഇതേമാതിരിയാണ്. ഒരു കാര്യം നമുക്ക് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം ഈ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച് വളർന്നതാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം, എൻ്റെ ഒരു അനുഭവം പറയാം. അരുൺ ജെയ്റ്റ്ലിജി ആദ്യമായി UAE വരുന്നത് OFBJP ഒക്കെ ഉണ്ട്, നമ്മൾ അധികാരത്തിലെത്തിയിട്ടില്ല 2014. അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തിനെ കാണാനായിട്ട് ഞങ്ങളതിപ്പോൾ കുറച്ചൊരു 10-15 പേരുണ്ട്, ഗ്രൂപ്പുണ്ട് OFBJPയുടെ. ചെന്ന സമയത്ത് അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നു രാജ്യസഭയിലെ ഓപ്പോസിഷൻ ലീഡറാണ്. അപ്പോൾ അവിടെ ഒരു സ്കൂൾ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് വന്നതാണ്. ഒരു MP തന്നെയാണ്, കർണാടകയിലുള്ള ഒരു MP തന്നെയായിരുന്നു സ്കൂള്, കീസൈസിലായിരുന്നു, എനിക്കത് ഓർമ്മയുണ്ട്. അപ്പോൾ അത് വന്ന സമയത്ത് അദ്ദേഹം ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് ഭയങ്കര സെക്യൂരിറ്റിയാണ്. അന്ന് നമുക്ക് തുടങ്ങിയിട്ടുള്ളൂ, നമുക്ക് ഇതിന് ആക്സസ് ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ ആ സെക്യൂരിറ്റിയുടെ അടുത്ത് ഒരു പേപ്പറിൽ ജസ്റ്റ് എഴുതി കൊടുത്തു, ഞാൻ OFBJPയുടെ പ്രസിഡൻ്റാണ്, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിനൊന്ന് കാണണം. ഞാൻ പറഞ്ഞു സെക്യൂരിറ്റി ഇതൊന്ന് അഡ്മിറ്റ് ചെയ്യും. വെറുതെ ഞാൻ അത്ര പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല, കാര്യം നമുക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ചെറിയ കടലാസ് കഷ്ണം, കീറിയൊരു കടലാസ് കഷ്ണം അവിടെ ചെന്ന് ഇദ്ദേഹം കാണിച്ചു കഴിഞ്ഞപ്പോൾ അതെടുത്ത് വായിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ആ സെക്യൂരിറ്റി പുറത്തേക്ക് വരുന്നു, എന്നെ വിളിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹം പറയുന്നു ഇരിക്കൂ രമേശ് എന്ന് പറയുന്നു. ഓക്കെ, ശ്രദ്ധിക്കണം, ഞാൻ അദ്ദേഹത്തിന് കാലം വയസ്സിലും ജൂനിയറാണ്, രാഷ്ട്രീയത്തിലും ജൂനിയറാണ്, എല്ലാത്തിലും ജൂനിയറാണ്. ഇരിക്കൂ എന്ന് പറയുന്നു, ഇരിക്കുന്നു. അപ്പം ഞാൻ പറയുന്നത് അദ്ദേഹം വന്നതും ഇതേമാതിരിയാണ്, അരുൺ ജെയ്റ്റ്ലിജി വന്നത് അതാണ്. അപ്പോൾ BJPയുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് സാധാരണ ജനങ്ങളുടെ ഇടയിൽ. ഞാൻ അരുൺ ജെയ്റ്റ്ലിയുടെ ഒരു എക്സാമ്പിൾ പറയും, ഇതേ തന്നെയാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹത്തിന് അറിയാം എവിടെയാണ് പൾസ്, എവിടെയാണ് രാജ്യത്തിന് ആവശ്യം, എവിടെയാണ് പ്രവാസിക്ക് ആവശ്യം, ഇത് അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്, നമ്മൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെ പറ്റിയൊക്കെ ഇത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ കേരളത്തിനെ പറ്റി പറയാതെ പോകാൻ പറ്റില്ല. ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി 2015 നമ്മുടെ ഗുജറാത്തിൽ വെച്ചിട്ടായിരുന്നു പ്രവാസി സംഗമം. അതിൽ വെച്ച് ഞാനൊരു ആവശ്യം ഉന്നയിച്ചു, നോർക്ക റൂട്ട്സ്, താങ്കൾ അറിഞ്ഞിട്ടുണ്ടോ? നോർക്ക റൂട്ട്സിൻ്റെ ഡയറക്ടർ ബോർഡ് താങ്കളൊന്ന് നോക്കുക. ഒരു സാധാരണക്കാരനെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്.
ബിസിനസ്സുകാരൊഴികെ അവർ വേണം. തീർച്ചയായിട്ടും അവർ ഒരു സൊസൈറ്റിയുടെ ക്രോസ് സെക്ഷനാണ്, പ്രവാസികളുടെ ഒരു ക്രോസ് സെക്ഷൻ തന്നെയാണ്. പക്ഷെ സാധാരണക്കാരൻ്റെ അഭിപ്രായം പറയാനുള്ള ഒരു 2 പേരെങ്കിലും, ഇനി അവൻ കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ BJP-കാരനോ ആരും ആയിക്കൊള്ളട്ടെ, 2 പേരെങ്കിലും ഉൾപ്പെടുത്തിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം ശരിയെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം പെട്ടെന്ന് ഗവൺമെൻറ്റും പിന്നീട് മാറി അതിലൊരു തീരുമാനമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇന്നും ചിന്തിക്കേണ്ടത് നോർക്ക റൂട്ട്സ് പോലെയുള്ള സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള അവിടെ ആളുകൾക്ക് ഭാഗഭാക്കല്ല എന്നുള്ളതാണ്. പിന്നെ നമുക്കൊരു പ്ലാനില്ല. എന്താണ് ഈ പ്രവാസിക്ക് കേരളം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു പ്ലാനില്ല. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് നടപ്പിലാക്കിയിട്ടുണ്ട്. 100 പേരുണ്ടെങ്കിൽ 20 പേരിലേക്ക് പോലും അത് എത്തിയിട്ടില്ല. ഇതെത്തില്ല. കാരണം എന്താ? നമുക്ക് അങ്ങനെ ഒരു സജ്ജീകരണം ഇല്ല. അപ്പം നോർക്ക റൂട്ട്സ് എന്ത് നടപ്പിലാക്കുന്നു, അപ്പം അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് എന്തൊരു നടപ്പിലാക്കുന്നു, ഇത് അവിടുത്തെ പ്രവാസികളിലേക്ക് എത്തണം. ഈ എത്താനുള്ള ഒരു പരിസ്ഥിതി ഇല്ലാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് റിയാലിറ്റി ആർക്കും അറിയില്ല എന്താണെന്നുള്ളത്. എക്സാക്ട്ലി കറക്റ്റാണ്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സാധാരണക്കാരെ 75% ആളുകൾക്ക് അറിയില്ല എന്താണെന്നുള്ളത്. ഇനി ഇപ്പം ഏത് ഗവൺമെൻറ്റാണ് കേരളത്തിൽ വരുന്നതെങ്കിലും എൻ്റെ ഒരു വലിയൊരു റിക്വസ്റ്റ് അതാണ്, ഈ പ്രവാസി സമൂഹത്തിലുള്ള എല്ലാ ഓർഗനൈസേഷൻസിനും നോർക്ക റൂട്ട്സ് പോലുള്ള എന്തിനു വരികയാണെങ്കിലും സാധാരണ ആളുകളെ, അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ തന്നെ അതിൻ്റെ ഡയറക്ടർ ബോർഡിലും മറ്റുള്ളതിലും കുറച്ച് % ഉൾപ്പെടുത്തണം. പ്രവാസികളുടെ ഒരു ക്രോസ് സെക്ഷൻ, ബിസിനസ്സുകാർ വേണം, ബ്ലൂ കോളർ ആളുകൾ വേണം, വൈറ്റ് കോളർ ആളുകൾ വേണം, എല്ലാവരുടെ ഒരു ക്രോസ് സെക്ഷൻ ആയിരിക്കും ഡയറക്ടർ ബോർഡിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ ഡിസ്കഷൻ നടക്കും. ഞാൻ ഇന്നതാണ് അനുഭവിക്കുന്നതെന്ന് അവൻ പറയും. ശരിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പ്രവാസികളിലൂടെ കേരളത്തിന് ഒരു ഗുണം കിട്ടും. കാര്യം ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ അത്ര എമൗണ്ട് റെമിറ്റൻസ് അയക്കുന്ന കേരളത്തിലെ പ്രവാസിക്ക് ഇവിടുത്തെ ഗവൺമെന്റുകൾ മാറി മാറി ഭരിച്ച ഗവൺമെന്റുകൾ എന്തു കൊടുത്തു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇത് ഓരോ പ്രവാസിയും എന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അറിഞ്ഞോ അറിയാതെയോ അതിന്റെ ഉത്തരം പറയാതെ മുങ്ങിയടക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ. ഈ രാഷ്ട്രീയക്കാർ പറയണം അതിനുള്ള മറുപടി. തീർച്ചയായിട്ടും. ഇത് കാലാകാലങ്ങളായി പ്രവാസികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അവരുടെ സ്നേഹം ഏതു തരത്തിലാണ് നമ്മുടെ സർക്കാർ തിരിച്ചു കൊടുക്കുന്നത് എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ഉത്തരമർഹിക്കുന്ന ചോദ്യമാണ്. ഇത് പലപ്പോഴും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഇനിയും ആവർത്തിക്കുന്ന ഒരു ചോദ്യം കൂടിയാണിത് എൻ്റെ ഭാഗത്തു നിന്നും. അത് ഒരു വശത്ത് നിൽക്കുകയാണ്. പാവപ്പെട്ട പ്രവാസികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ഭരണസമിതികളിലും അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ബോഡീസിലും അഭിപ്രായം എത്തിക്കുവാൻ, അവരിലേക്ക് പ്രശ്നങ്ങൾ എത്തിക്കുവാൻ എന്ത് സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് അതിന് ഉത്തരം കിട്ടിയേ തീരൂ. മറ്റൊന്ന്, നിലവിലെ യുദ്ധ സാഹചര്യം അത് ഒഴിഞ്ഞു പോകട്ടെ. പ്രവാസ ലോകത്ത് ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്, ഇന്ത്യക്കാരുണ്ട്, മറ്റനേകം രാജ്യക്കാരുണ്ട്. അവർക്കൊക്കെ തന്നെ സമാധാന ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കട്ടെ, ആശങ്ക വിട്ടൊഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം നമുക്ക്. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റതിന് ശേഷം ഗൾഫ് മേഖലയുമായി ഇന്ത്യക്കുള്ള ബന്ധത്തിലുണ്ടായിട്ടുള്ള വളരെ ശക്തമായ ഒരു മികവ് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്നും ഈ ചർച്ചയിൽ ഊന്നി പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം പ്രവാസ ലോകത്ത് ഇരുന്നു കൊണ്ട് പ്രവാസികൾ ചിന്തിക്കുന്നത് നമ്മുടെ രാജ്യത്തെക്കുറിച്ചാണ് എന്നുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണയന്ത്രം തിരിക്കുന്നവർ തിരിച്ചറിയുക. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഭരണയന്ത്രം തിരിക്കുന്നവർ, അത് ഏത് പാർട്ടിയിലുള്ളവരാണെങ്കിലും തിരിച്ചറിയുക. അവരെ ഉൾക്കൊണ്ട് കുറച്ച് തീരുമാനമെങ്കിലും എടുക്കാൻ ശ്രദ്ധിക്കുക. ഫ്രീബീസ് അല്ല ഉദ്ദേശിക്കുന്നത്, ഏറ്റവും കൃത്യമായിട്ടുള്ള ഇടപെടലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റ്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.